فالك الحب والنوار ونشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. പ്രിയപ്പെട്ടവരെ, നന്മയുടെ റംലാൻ ടോക്ക് സീരീസിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഇഷ്ട അതിഥികൾ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ ഖുർആൻ ദ അൾട്ടിമേറ്റ് ഗൈഡൻസ് എന്ന ടോപ്പിക്കിലാണ് നമ്മുടെ ഇന്ന് വിഷയം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഖുർആനിൽ നിന്ന് തന്നെ സ്വാലിഹ് നാലകത്ത്, കാലിഫോർണിയയിൽ നിന്ന് സ്വാലിഹ് നാലകത്ത് നമ്മോടൊപ്പം ജോയിൻ ചെയ്തു. സ്വാലിഹ് നാലകത്തിനെ ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാലിഹ്, അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله. I'm going to recite from Surah Al-Mulk, a few ayahs from the first page. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. صدق الله. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ പരിപാടിയിൽ ഖിറാഅത്ത് നമ്മുടെ കുഞ്ഞി സാലിഹ് മോനെ ഓതിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സാലിഹിന്റെ കുടുംബത്തിനും എല്ലാവർക്കും സമൂഹത്തിനും ഭാവിയിലും അർത്ഥത്തിൽ ഉപകാരപ്പെടുന്ന അർത്ഥത്തിലുള്ള മകനാക്കി മാറ്റിത്തരുമാറാവട്ടെ. ജസാക്കല്ലാഹു ഖൈർ. നമ്മുടെ ഈ പരിപാടിയുടെ റംലാൻ ടോക്ക് സീരീസിന്റെ ഔപചാരികമായിട്ടുള്ള അതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നന്മ കാനഡയുടെ പ്രസിഡന്റ് മുസ്തഫ സാഹിബാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. സാഹിബ്, അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു ഫാസിൽ. ഈ പുണ്യ റംലാൻ മാസത്തിന്റെ ഈ കാരുണ്യമായ ദിനങ്ങളിൽ പരമകാരുണികനായ അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കാം. നന്മ
നോർത്ത് അമേരിക്കൻ നെറ്റ്വർക്ക് ഓഫ് മലയാളി മുസ്ലിം അസോസിയേഷന്റെ ഫെയ്ത്ത് ആൻഡ് ഫാമിലി ഗ്രൂപ്പ് സംഘടിപ്പിക്കുകയാണ് ഈ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫെയ്ത്ത് ആൻഡ് ഫാമിലി ഗ്രൂപ്പ് ഇയർ അറൗണ്ട് നമ്മുടെ ദീനീ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്തിക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനുള്ള പല പരിപാടികളും ഇയർ അറൗണ്ട് നടത്തുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ റംലാൻ മാസത്തിൽ, പുണ്യ റംലാൻ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മൾ നടത്തുന്ന പ്രോഗ്രാമുകൾ വളരെ ശ്ലാഘനീയമാണ്. വളരെ നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സോ അതിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ള സംസാരം കൊണ്ടുപോകാം. കാരണം ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഹാർഡ് വർക്കും കോർഡിനേഷനും അതിനുവേണ്ടി ഡെഡിക്കേഷനും ആവശ്യമുണ്ട്. അത് നമുക്കിവിടെ നമ്മുടെ ഈ പ്രവൃത്തിയുടെ സക്സസിൽ നിന്ന് കാണാൻ പറ്റും. അപ്പൊ ഈ റംലാൻ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മൾ നടത്തുന്നത് ഡെയിലി ടോക്ക് സീരീസ് ഉണ്ട്, വീക്കെൻഡ് ടോക്ക് സീരീസ് ഉണ്ട്, പിന്നെ കിഡ്സ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ റംലാൻ സ്പെഷ്യലായിട്ട് നടത്തുന്നുണ്ട്. കൂടെ തന്നെ സ്പ്രെഡിങ് അവയർനെസ് അബൌട്ട് ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ടു ദി മോഡേൺ സയൻസ്, അതിനെ പറ്റി കുട്ടികളെ കൊണ്ട് വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ വെരി എക്സൈറ്റിംഗ് പ്രോഗ്രാം ദാറ്റ് ഫെയ്ത്ത് ആൻഡ് ഫാമിലി ഓൺ ബിഹാഫ് ഓഫ് നന്മ ഇസ് conducting. That is a very interesting part I just wanted to highlight. പിന്നെ ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി, ഈ വീക്ക്ലി ടോക്ക് സീരീസിന്റെ പാർട്ടായിട്ടുള്ള ഇന്നത്തെ പ്രഭാഷകൻ ഡോക്ടർ മുഹമ്മദ് അബ്ദു സലാം. ഡോക്ടർ സലാം ഈസ് എക്സ് DRDO ഇസ്രോ സയന്റിസ്റ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് ഇൻ മൈ കരിയർ DRDO ഇസ്രോ ആയിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ DRDOയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാം ആൻഡ് ടെക്നോളജി പൂനെയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PG ചെയ്തിട്ടുണ്ട്. അത് അതിനുശേഷം ഞാൻ DRDOയിൽ കൊച്ചിയിലെ തൃക്കാട്ടുകരയിലുള്ള DRDO NPOയിൽ 3 കൊല്ലം സയന്റിസ്റ്റ് ഇൻ യൂണിഫോം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് നമ്മുടെ ഇസ്രോയുടെ എല്ലാം തലപ്പത്തിരുന്ന നമ്മുടെ എല്ലാം ആരാധ്യനായ APJ, ആരാധ്യം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെല്ലാവരെയും വളരെ അധികം പ്രചോദനം ഉൾക്കൊണ്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കൂടെ മീറ്റിംഗിൽ ഇരിക്കാനുള്ള അവസരം എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു അനുഗ്രഹമുള്ള എനിക്ക് ഡോക്ടർ സലാം എന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അതിയായ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും ആഹ്ലാദവും എനിക്ക് തോന്നി. അത് ഇന്ന് ഈ നിമിഷത്തിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഡോക്ടർ APJ അബ്ദുൽ കലാം പോലെയുള്ള ഒരു പ്രതിഭ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് എന്നും ഒരു പ്രചോദനമായിരിക്കും. അത് കാലാകാലത്തിലും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തു വെച്ച വലിയ വലിയ കാര്യങ്ങൾ, അദ്ദേഹം ഇൻസ്പയർ ചെയ്ത കാര്യങ്ങൾ, അതെല്ലാം ഇൻസ്പയർ കൊള്ളുന്നതുകൊണ്ട് തന്നെ ഡോക്ടർ സലാം അവിടെ വർക്ക് ചെയ്തിരുന്നു. ഈ വാസ് ആൻ എക്സ് സയന്റിസ്റ്റ് ഓഫ് ഇസ്രോ ആൻഡ് ഇസ്രോ ആൻഡ് ഓൾ ഈസ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യ. അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. നമ്മൾ അതിൽ എന്നിട്ട് അതിനുശേഷം നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്നുള്ളത് വളരെ വളരെ ഒരു അഭിമാനമുള്ള കാര്യമാണ്. ഇപ്പൊ ഡോക്ടർ സലാം ഈസ് നോട്ട് an ordinary person amongst us. He has over 30 years of service to the nation, and after that he is now conducting a lot of program for our country and continuing to take part in our nation building process. So Dr. Salam Abdul Salam Muhammadine പറ്റി പറയുകയാണെങ്കിൽ, he did his BTech from National Institute of Technology India. അത് കഴിഞ്ഞിട്ട് he did his MTech from Aligarh Muslim University India, well renowned university. അതിന് ശേഷം he has done PhD from Malaysian Institute of Technology Malaysia, and 30 years of experience in different very very versatile and important positions. അപ്പോൾ ഒരു അത്രയും ഡെപ്ത് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആള്. ഈസ് ആൾസോ അസോസിയേറ്റഡ് വിത്ത് മർക്കസ് ആയിട്ടും എനിക്ക് അനദർ കണക്ഷൻ ഉണ്ട്, നോട്ട് ഡയറക്ട്ലി, ബട്ട് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കാരന്തൂർ, വിച്ച് ഈസ് സെറ്റ് ടു ബി ദ ഹെഡ്ക്വാർട്ടർ ഓഫ് മർക്കസ്. So അത് കാരണം ഐ എം ഓവറോൾ ടോട്ടലി എക്സൈറ്റഡ് ടുഡേ ടു ബി doing this introductory or welcome speech to all of you. So he's a Marcus Knowledge City CEO, director of Woodland Park School, Ajman, അങ്ങനെ ഒരു ചെയർമാൻ ക്രിയേറ്റീവ് ജെൻ കൺസൾട്ടൻസി സർവീസ് ഇന്ത്യ.
Chief Strategic Consultant, NICO, Information Technology Park, Kochi. A list of activities and thing he is leading, and his leadership is definitely going to help us, our Malayali Muslims in particular, and Indian Muslims in general, because he can set the ball rolling in the right direction. He can inspire our youngsters. And especially, Indian Muslims are fallen way behind from their standard since 1947 on educational front and on social strata, right? We know the Sachar committee report, etc. is before us. So what happened to the Indian Muslims after independence? Why did they fall behind SC, ST, OBC, and Adivasi, everyone on the education front and on social index? It is a very matter of big concern for all of us. So we need to analyze, and we need to see where we can contribute and build and bring up the Muslim community in India to the level that is expected. And that is a big step we all can do to our country as part of a nation building program. Marcus institutions and similar things are doing a government service, and there are so many other things we all can do. We need to focus on what is important for our community and society, and where we should focus our energy, and this kind of things we need to work on. But Dr. Salam today is telling us how the Quran is going to help us to lead in that direction, and we all can draw inspiration, and inshallah. I don't want to prolong this introductory speak and welcome speech. I hope we all will benefit from the next couple of minutes that we are going to listen to this esteemed personality amongst us. And thank you, Dr. Salam, for accepting to be giving this speech to us. We are all eagerly waiting to listen to you. And once again, appreciating everyone who's taking part today and across the audience from the Zoom meeting and in YouTube and other places. I'm sure there are a lot of people very keen to listen to this speech coming up. And I once again appreciating the organizers and all the people worked behind it to make this series happen and successfully roll forward. And now I'll give back to you, Fasil. Assalamu alaikum. വലൈക്കും സലാം. ജസാക്കല്ലാ ഖൈർ. വളരെ മനോഹരമായിട്ട് തന്നെ അധ്യക്ഷ പ്രസംഗം നടത്തിയ മുസ്ലിം സാഹിബിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥന നേരുന്നു. നേരത്തെ മുസ്ലിം സാഹിബ് പറഞ്ഞതുപോലെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി, വളരെ അധികമായിട്ടുള്ള ആകാംക്ഷ എന്നൊക്കെ പറയേണ്ടി വരും, അബ്ദുൽ സലാം സാഹിബിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തീർച്ചയായും നമുക്ക് ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലോ ഒതുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫൈൽ അല്ല തരത്തിൽ അബ്ദുൽ സലാം സാഹിബ്. ധാരാളക്കണക്കിനുള്ള സേവനങ്ങളും അതുപോലെ തന്നെ NGOയുമായി, അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഉമ്മത്തുമായി ബന്ധപ്പെട്ടുള്ള ധാരാളക്കണക്കിനുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ ധാരാളക്കണക്കിന് പ്രൊജക്ടുകൾ എക്സിക്യൂട്ട് ചെയ്ത ആളുകൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തൻസീൽ റബ്ബുൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൻസീലായിട്ട് വന്ന ഖുർആനിനെ പറ്റി പറയാൻ അതിനേക്കാൾ വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ അബ്ദുൽ സലാം സാഹിബ് അതിന് വളരെ ആപ്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിത പരിചയവും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അറിവും തീർച്ചയായും നമുക്ക് വലിയ അർത്ഥത്തിലുള്ള ഉപകാരമാകും തന്നെ വിചാരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നന്മയുടെ സെക്കൻഡ് ടോക്ക് സീരീസിലെ മുഖ്യാതിഥി ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ് സാഹിബിനെ നമ്മുടെ ഖുർആൻ എന്ന മാർഗദീപം എന്ന വിഷയത്തിൽ, ഖുർആൻ ആൻഡ് അൾട്ടിമേറ്റ് ഗൈഡൻസ് എന്ന വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും അബ്ദുൽ സലാം സാഹിബ്. Assalamu alaikum wa rahmatullahi wa barakatuh. Is it audible to you? My voice is clear? Yeah, very clear. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. First of all, let me thank you for giving me this opportunity. എന്നോട് ഒരു ബ്ലെൻഡായിട്ട് സംസാരിക്കാൻ പറഞ്ഞു, മിക്സിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഖുർആൻ ആയത്ത് തന്നെ, ഖിറാഅത്ത് തന്നെ വല്ലാതെ ആകർഷിച്ചു. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ എൻ്റെ അമേരിക്കൻ പ്രോഗ്രാം മുടക്കിയ കാരണം, ഐ വാസ് പ്ലാനിങ് ടു സെറ്റിൽ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വൺസ് അപ്പോൺ എ ടൈം. ഞാൻ ബോയ്സിൽ വെച്ചിട്ട് ഒരു ഇസ്ലാമിക് സെന്ററിൽ ചെന്നപ്പോൾ അവിടെ ഒരു കുട്ടി ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ഹി വാസ് അറൗണ്ട് 11 years old.
അപ്പോൾ ആ കുട്ടിയോട് ഞാൻ എനിക്ക് കൗതുകം കൊണ്ട് ചോദിച്ചു, വൈ you are finding time to sit here? That is my father's compulsion. എൻ്റെ ബാപ്പയാണ് എന്നെ അങ്ങനെ ആക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, I want to see your father. ഇത്രയും പിന്നെ ആ ഒരു പ്രത്യേക കോംപ്ലക്സ് എൻവയോൺമെന്റിൽ ഖുർആൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കുട്ടിയെ പഠിപ്പിക്കുന്നു എന്നപ്പോൾ ആ ഫാദറിനെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ he called his father. He was an officer in the HP computer headquarters in the Boise, and he invited me for a dinner. And then ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. ഞാൻ every year I used to come for the conference in the California downtown San Diego. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറ്റ്സ് ഗുഡ് ഫോർ, അത് നിങ്ങളോട് എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ പറയുന്നത്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ കമ്മിങ് ഫോർ ദ കോൺഫറൻസസ് ബട്ട് നോ ഫോർ ദ പെർമനന്റ് സെറ്റിൽമെന്റ്. And he explained to me a lot of problem. I think he was from Bangladesh or Pakistan, and his father was a leading government lawyer, and he has to leave the country for certain political reasons, and his father was settled there, and then subsequently the children, and his third generation ആണ് ഞാൻ വോയിസിൽ കണ്ടത്. അപ്പൊ ആ ഒരു ഓർമ്മ എനിക്ക് വന്നു. ആ കുട്ടി ഖുർആൻ ഓതിയപ്പോഴും ഇത്രയും ഒരു കോംപ്ലക്സ് കൾച്ചറൽ എൻവയോൺമെന്റ് ഇന്ന് അത് തജ്വീദ് അനുസരിച്ചിട്ടും അതിന്റെ ഈണ അനുസരിച്ചിട്ടും കുട്ടി ഓതാൻ കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ തന്നെ മുസ്തഫ സാഹിബ് പറഞ്ഞ ISRO APJ അബ്ദുൽ കലാം ഒക്കെ ഓർമ്മയിൽ തള്ളി വരികയാണ്. കാരണം ഇറ്റ് വാസ് പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ ഒരു ഇന്ത്യയുടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, വാട്ട് വി ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വിൽ നോട്ട് ഹാവ് ആൻസർ. നമ്മുടെ അവകാശങ്ങൾക്ക് നമ്മുടെ പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ പറയുമായിരുന്നു, ഇത് നമുക്ക് അവകാശങ്ങളെ കുറിച്ചിട്ടേ ബോധമുള്ളൂ, നമ്മൾ വാട്ട് വി ഹാവ് ടു ഡു ഫോർ ദ നാഷൻ എന്നുള്ളത്. ആഫ്റ്റർ അബ്ദുൽ കലാം ആസാദിന് ശേഷം India could not produce a person as a contributor to the nation. Cipla company akund pharmaceutical level, but if you look into the Parsi community, which there are only 70,000 in numbers in the total population, I believe it is only 0.006% population. They became a predominant economic power in India. നമ്മൾ ഒഫീഷ്യലി 12-15 എന്ന് 2011 പറയുന്നുണ്ട്. പ്രോബ്ലി വി ആർ ഓൾമോസ്റ്റ് 20% ഓഫ് ദി പോപ്പുലേഷൻ, ആൻഡ് വി കുഡ് നോട്ട് ഡെമോൺസ്ട്രേറ്റ് അവർ സ്ട്രെങ്ത് ആസ് എ നാഷൻ ബിൽഡർ. അതിൽ പിന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ഹൈലി സക്സസ്ഫുൾ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട, ഇന്ത്യയെ സൂപ്പർമോസ്റ്റ് പവറിലേക്ക് എത്തിക്കാൻ ഉള്ള എല്ലാ പ്രോജക്റ്റിനും ഹി വാസ് പാർട്ട് ആൻഡ് പാർട്സ്. You know that about the missile program, rocket, SLV-3. ഞാൻ പിന്നെ ഓർമ്മ അങ്ങോട്ട് പുതുക്കുകയാണെങ്കിൽ SLV-3 അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. SLV-3 ലോഞ്ചിങ്ങിൽ 3 മലയാളി പേരുകൾ അതിൽ പിന്നെ പേപ്പറിൽ ഇങ്ങനെ നന്നായി വന്നിരുന്നു. ആ ടീമിന്റെ ഹെഡ്, അതായത് 2 മിഷനും ഫെയിലായിട്ട് SLV-3 മിഷൻ സക്സസ്ഫുൾ ആക്കിയതിന്റെ പിന്നിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. പിന്നെ 2 വേറെ മലയാളീസ്, ഡോക്ടർ മജീദ്, പിന്നെ ബണ്ടൂർക്കാരനായ വേറൊരു സയന്റിസ്റ്റ്. അപ്പോൾ ഇവരാണ് എന്ന് പറഞ്ഞിട്ട് പ്രൊജക്ട് ചെയ്തപ്പോൾ അന്ന് എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടാണ്, I want to become a scientist in Indian Space Research Organization. That time I was only 8th standard student. അപ്പോൾ അവർക്ക് നമ്മളുടെ ഒരു പിന്നെ എന്താ പറയുക, they were motivational figures. അപ്പോൾ after APJ Abdul Kalam, who in the question is an open subject. Anyway, I'm not deviating from my subject. Our topic of discussion is the Holy Quran, which is an ultimate guidance for the entire humankind. അത് when I'm going to claim that, our claim I need to have an evidences. There are plenty in Quran, but whether that Quranic statement നമുക്ക് മോഡേൺ സയൻസിൽ അതിന് സപ്ലിമെന്റ് ഉണ്ടെങ്കിലാണ് മോഡേൺ വേൾഡിൽ നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ആംഗിളിലൂടെയും ഞാനൊന്ന് കടന്നു പോകാം. I don't know how much time we are going to allot to me. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സ്ട്രപോളേഷൻ നമ്മുടെ മൈൻഡിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഹൗ ഫാർ വി ആർ വിത്ത് ദി ഖുർആൻ, because since it's an ultimate guidance, and how far we are with the Quran എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് എനിക്ക് I will conclude. So ഖുർആൻ എവിഡൻസ് ആണെന്ന് പറയാനുള്ള കാരണം പ്രീ ഹിസ്റ്റോറിക്, കാരണം നമ്മളൊരു ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ വേ ബാക്ക്, അതായത് പിന്നെ പൈത്തഗോറസിന്റെയും അരിസ്റ്റോട്ടലിന്റെയും അതുപോലെ തന്നെ കോപ്പർനിക്കസിന്റെയൊക്കെ ആ ഗ്രീക്സ് ഉണ്ടായിരുന്ന ആ റിനൈസൻസ് ഇൻ ദ സയൻസ് ഫിലോസഫിയിലൊക്കെ ഉണ്ടായിരുന്ന തോട്ട്സിന്, അതിൻ്റെ ആ തോട്ട്സിലുണ്ടായിരുന്ന കുറേ അൺവാണ്ടഡ് എലമെന്റ്സിന്
നമ്മളൊന്ന് ഇസ്ലാമിന്റെ വരവോട് കൂടിയിട്ട് ഈ ഡോക്യുമെന്റുകളെല്ലാം അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ട്, അറേബ്യൻ രാജ്യത്തുണ്ടെങ്കിൽ വിത്തിൻ 100 years ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റവും രസം എന്ന് വെച്ചാൽ അതൊരു ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ പിന്നെ സൗദി അറേബ്യയുടെ റൂബൽ ഖാലി എന്ന് പറയുന്ന അറ്റം കാണാത്ത ഡെസേർട്ട്, ആ ഡെസേർട്ടിലേക്ക് കടന്ന് ഒരാൾക്കും ധൈര്യപ്പെട്ട് അങ്ങോട്ട് കടക്കാൻ ധൈര്യമില്ലായിരുന്നു. അവിടെ കുറെ ട്രൈബ്സുകളുടെ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ട്രൈബ്സുകളുടെ ഒരു സമയത്ത് വന്നുകൊണ്ട് ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് വിത്തിൻ 100 years, അതിനെ കുറിച്ച് പറയുന്നവരൊക്കെ പറയുന്നത് ജോർജ് സാറ്റിനെ പോലുള്ള ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് സയൻസ് എന്ന വളരെ പ്രസിദ്ധമായ വോള്യം ഉള്ള പുസ്തകം എഴുതിയ അവരൊക്കെ പറയുന്നത് വിത്തിൻ ആ ഒരു ഡാർക്ക് ഏജ്. ഹിസ്റ്ററി വാസ് കൺസിഡേർഡ് ദ പീരീഡ് ഓഫ് അറേബ്യ ആസ് എ ഡാർക്ക് ഏജ് വെയർ വി ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. അതിൽ നിന്നിട്ട് വേൾഡ് ലീഡേഴ്സിന് വിത്തിൻ 100 years വേൾഡ് ഹെഗമോണി ഇൻ സയൻസ് ആൻഡ് ലേണിംഗ് നമുക്ക് വന്നു എന്നുള്ളതാണ്. അതൊരു ഒരു ഒരു ബയാസ്ഡ് ക്ലെയിം അല്ല, ബിക്കോസ് ഇറ്റ് വാസ് കോട്ടഡ് ബൈ ദ ഫേമസ് റൈറ്റർ ജോർജ് സാറ്റൻ ഇൻ ഹിസ് ബുക്സ് കോൾഡ് ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് സയൻസ്. ഞങ്ങൾക്കത് എഞ്ചിനീയറിംഗിൽ പിന്നെ അതിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായി ഹിസ്റ്ററി ഓഫ് സയൻസിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. ഈ 100 years കൊണ്ട് ആ ഒരു ഡാർക്ക് ഏജിൽ നിന്ന് ഒരു ഗോൾഡൻ ഇറ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ് അവർ പറഞ്ഞത്. ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്, ഒരു അറേബ്യക്ക് എന്നല്ല, ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡിൽ ഒരു ഗോൾഡൻ ഇറ അത് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഗോൾഡൻ ഇറ എന്ന് പറയുമ്പോൾ അത് നമ്മളൊന്ന് എക്സ്ട്രപ്ലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു 100 years കൊണ്ട് തന്നെ വേൾഡിന് ഒരു ഓർഡർ ഉണ്ടായി എന്നുള്ളതാണ്. വേൾഡ് ഓർഡറിന്റെ ഒരു ഡയമെൻഷൻ മാത്രമേ എടുക്കുകയാണെങ്കിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ദി പ്രോഫറ്റ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഒരു 2/3 ഗ്ലോബിന്റെ 2/3 നമ്മുടെ ഈ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ വന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ഒരു ഭരണം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു രാജ്യം വെട്ടിപ്പിടിക്കാനോ വേണ്ടിയുള്ള യാത്രകളായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് എ നാച്ചുറൽ കോസ്. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള യുദ്ധമായിരുന്നു പിന്നെ സിറിയൻ കാത്തലിക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ ബൈത്ലഹം, യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുന്ന ബൈത്ലഹം അടങ്ങുന്ന സ്ഥലത്തിട്ട് നമ്മുടെ പിന്നെ അന്നത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു സേനയെ നയിച്ചിരുന്നത്. അപ്പൊ സിറിയയിലേക്കുള്ള ആ ഒരു എക്സ്പെഡീഷനിൽ ദ മിഷൻ ഓഫ് ടേക്കിംഗ് ദ ട്രൂത്ത് അക്രോസ് ദ വേൾഡില് അവിടുന്ന് ആ യുദ്ധം, അതായത് രക്തം അധികം ചിന്താതെയാണ് സിറിയ ഇസ്ലാമിന് കീഴിൽ വരുന്നത്. അപ്പോ അവിടുന്ന് അവർ തമ്പെല്ലാം കെട്ടിപ്പെറുക്കി തിരിച്ചു മദീനയിലേക്ക് വരാൻ ഒരുങ്ങുമ്പോൾ അന്നാട്ടിലെ പിന്നെ ട്രഡീഷണൽ ക്രിസ്ത്യൻസ് ആണ് അവരെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ വിട്ടുപോകരുത്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം എന്ന അർത്ഥത്തിൽ അത് ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവർ ആവശ്യപ്പെടുകയായിരുന്നു വിട്ടുപോകരുത് എന്നുള്ളത്. കാരണം they were highly getting tortured by the then administration of the Rome. അപ്പോ ഈ ഒരു സെഞ്ചുറി കൊണ്ട് ഒരു ഗോൾഡൻ ഇറ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എങ്ങനെ എന്നുള്ള ഒരു അനാലിസിസ് നമ്മളെ എത്തിക്കുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദ ഖുർആൻ. ഖുർആന്റെ ഓപ്പണിംഗ് അഡ്രസ്, ഫാത്തിഹ കഴിഞ്ഞാലുള്ള ഖുർആന്റെ ഓപ്പണിംഗ് അഡ്രസ്സാണ് നമ്മൾ സാധാരണ ഓതാറുള്ള സൂറത്തുൽ ബഖറ. എല്ലാവരും ഒന്നുകൂടി മനസ്സ് തുറന്നുകൊണ്ട് ഈ ആയത്തിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സൂറത്തുൽ ബഖറ അലിഫ് ലാം മീം എന്നത് വി ഡോണ്ട് നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇറ്റ്. But the next ayah, Zalikal Kitab, addressing to this Quran. Zalikal Kitab, this Quran, La Raiba Fihi എന്നുള്ളതിന്റെ അർത്ഥം where there is no doubt എന്നുള്ളതാണ്. പക്ഷേ അത് ഞാൻ പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്, നോട്ട് ഓൺലി എ സ്റ്റേറ്റ്മെന്റ്, ഒരു ലോകത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. ലാ റൈബ ഫിഹി എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ്. അതിന്റെ ഒരു ആയത്തിന്റെ കഷ്ണമാണ് നമ്മുടെ പിന്നെ കുട്ടി നമുക്ക് ഓതിത്തന്ന ആയത്ത്. നിങ്ങൾ കേട്ട് കാണൂല, അത് വളരെ മനോഹരമായിട്ട് കുട്ടി ഓതിയ സൂറത്തുൽ മുൽക്ക്. അത് ദിവസം ഓതലൊക്കെ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കാരണം ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ ശിക്ഷയിലൊക്കെ ഇളവ് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തുൽ മുൽക്കിന്റെ ആയത്തില് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. അത് ആ കുട്ടി ഓതിയ മനോഹരമായിട്ട് ഓതി. അവിടെ അല്ലാഹ് ചോദിക്കുന്ന അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും ഹസനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ അസീസുൽ ഗഫൂർ. അത് കഴിഞ്ഞിട്ട് അല്ലാഹ് ചോദിക്കുന്നത് അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ
മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജിഉൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. വളരെ, അതായത് ഇത് എനിക്ക് ഹൈലി സയന്റിഫിക്കലി ഈ ആയത്തിന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ആ കുട്ടി ഓദ്യ ഭാഗമാണ് സൂറത്തുൽ മുൽക്കില്. നമ്മുടെ സബ്ജക്ട് ലാ റൈബ ഫീഹി എന്നുള്ളത് ഒരു സിമ്പിൾ ഒരു സെന്റൻസ് അല്ല. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആസ് വെൽ ആസ് ദി an open call to the world, inviting them to debate on Quran. അതിന്റെ സപ്ലിമെന്റിങ് ആയാണ് ഞാൻ എടുത്തത് സൂറത്തുൽ മുൽക്കിൽ നിന്ന്. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ. Who is that Allah? Allah has created 7 heavens one after another. ഈ സബഅ സമാവാത്ത് എന്ന് തന്നെ ഇറ്റ് നീഡ് ടു ബി എക്സ്പ്ലോർഡ് ഫർദർ. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് ഈ 7 ആകാശങ്ങളെ അറ്റ്മോസ്ഫിയറിക് ലെയർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു വല്ലാത്തൊരു വീക്ക്നെസ്, ഒരു വല്ലാത്തൊരു പരാജയം നമുക്ക് നമ്മുടെ ഇസ്ലാമിക് സൈറ്റിൽ കാണാൻ പറ്റും. ഈ നമ്മൾ പ്ലെയിനിൽ പോയി വരുന്ന ആ ലേയേഴ്സ് ആണ് 7 എന്നുള്ള ഒരു പരാമർശം അതിദയനീയമായ നമ്മുടെ പരാജയമാണ്. സബഅ സമാവാത്ത് എന്ന് പറയുമ്പോൾ ഇന്ന് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലെ സയന്റിസ്റ്റുകൾ 7 ഡയമെൻഷനും 10 ഡയമെൻഷനും 11 ഡയമെൻഷനും യൂണിവേഴ്സിനെ കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്താണ് നമ്മുടെ മുസ്ലിം സൈറ്റുകൾ ഈ സബഅ സമാവാത്തിനെ അറ്റ്മോസ്ഫിയറിക് ലെയർ ആയി അതിനെ ചെറുതാക്കി ചെരുപ്പിനൊപ്പിച്ച് കാലുമുറിക്കുന്ന ഒരു റോങ് ടെൻഡൻസി നമ്മളിൽ വരുന്നത്. ഈ ലാ റൈബ ഫീഹിലേക്ക് കടന്നാൽ there is no doubt in it. Anybody got a doubt in it, please come forward എന്നതിന്റെ highly supplementing ആയത്താണ്. എന്താ പറയുന്നത്? You can see no fault in the creation. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. You cannot see a fault in the creation of the most beneficent. എന്തൊരു ബ്യൂട്ടിഫുൾ ആയത്താണ്. സയന്റിഫിക് അമേരിക്കൻ 2007 അതിന്റെ ഹെഡ്ലൈൻസ്, സയന്റിഫിക് അമേരിക്കൻ 2007 അതിന്റെ ഹെഡ്ലൈൻസ് തന്നെ ഇൻവിസിബിൾ ഹാൻഡ് എന്ന ആർട്ടിക്കിൾ, അതിന്റെ ടൈറ്റിൽ പേജ് അഥവാ ഹെഡ്ലൈൻസ് അതാണ്, ഇൻവിസിബിൾ ഹാൻഡ്. They categorically taking the evidences from the അന്ന് ജീവിച്ചിരിക്കുന്ന സയന്റിസ്റ്റുകളുടെ മൊത്തം ഒപ്പീനിയൻ കളക്ട് ചെയ്തുകൊണ്ട് ലോകത്തിലെ പ്രസിദ്ധമായ സയന്റിഫിക് അമേരിക്കൻ മാഗസിൻ സയൻസ്, അതായത് റെവല്യൂഷണറി ആൻഡ് ഇന്നോവേറ്റീവ് സയൻസിന് മാത്രം പ്രസന്റ് ചെയ്യുന്ന സയന്റിഫിക് അമേരിക്കൻ മാഗസിൻ, അതിന്റെ ടൈറ്റിൽ തന്നെ ഇൻവിസിബിൾ ഹാൻഡ്. അവർ പറയുന്നത് അവരുടെ ഇൻസ്ട്രുമെന്റ്സ് ചന്ദ്രയാൻ പോലത്തെ ഒബ്സർവേറ്ററി വെച്ചുകൊണ്ട് അതിന്റെ സുഖമായ മെട്രിക്കുലസ് ഓപ്പറേഷൻ, ബൈ സീയിങ് ദ മെട്രിക്കുലസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലാസ് ഓൾമോസ്റ്റ് 10:05 തുടങ്ങി. Now we are in 10:35, almost half an hour is passed. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ we are in the different platform. In the space time we have moved away from where we were. അത്രയും ഡൈനാമിക് ആയിട്ടുള്ള യൂണിവേഴ്സിൽ ആ യൂണിവേഴ്സിന്റെ ആ ഒരു മെറ്റിക്കുലസ് മൂവ്മെന്റും ഓപ്പറേഷൻസും റീബർത്തും കണ്ടുകൊണ്ട് അവർ പറയുന്നത് there is no doubt by seeing the meticulous operations of this universe there exists an invisible hand behind this creation എന്ന് ഇത് തന്നെയാണ് റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നതും. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞത്, നമ്മൾ തുടക്കമിട്ടത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു വരുന്നത് ലാ റൈബ ഫീഹി അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് അഡ്രസ്സിംഗ് ടു ഖുർആൻ. they say ലാ റൈബ ഫീഹി, there is no doubt in it എന്നത് ഞാൻ പറയുന്നത് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണാൻ കഴിയില്ല. ഇറ്റ് ഇസ് an open call to the world, inviting them to come and to debate on that. അതിന്റെ സപ്ലിമെന്റിംഗ് ഞാൻ പറയുന്നത് റബ്ബ് തന്നെ പറയുന്നത് ഈ 7 ആകാശങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചത്. And you cannot find a single fault in the creation of the beneficent. Then Allah says again, then look again. Can you see any rift? Allah asking you to look and telling us to find a single fault in his design. നിങ്ങൾ നോക്ക്, MH370 എന്ന പ്ലെയിനെ കുറിച്ച് ഇന്നും അഡ്രസ് ഇല്ല. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരെണ്ണവും ഇന്നും ഫുൾ പ്രൂഫ് എന്ന് ക്ലെയിം ചെയ്യാൻ മോഡേൺ സയൻസിനും ടെക്നോളജിയും കഴിയാത്തപ്പോൾ റബ്ബ് വീണ്ടും പറയാണ് സുംബർജിഉൽ ബസറ കർറത്തൈനി യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിയം വഹുവ ഹസീർ. Then look again, your sight will return to you in a state of humiliation, worn out.
നിങ്ങൾ ടയേർഡായി, നിങ്ങൾ പരാജയപ്പെട്ട് അതിങ്ങനെ അതിലേക്ക് ആര് ഇവിടെ ഭയങ്കര ഒരു വലിയൊരു ട്വിസ്റ്റ് ഇതിൽ ഒരു പോയിന്റിൽ വരാനുണ്ട്. ഇവിടെ അല്ല പറയുന്നത് ലുക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ. ആര് നമ്മൾ ലുക്ക് ചെയ്യുന്നുണ്ടോ? ആർ വി ലുക്കിംഗ് അറ്റ് ദ സ്കൈ? ആർ വി ലുക്കിംഗ് അറ്റ് ദ സൺ? ആർ വി ലുക്കിംഗ് അറ്റ് ദ മൂൺ? ആർ വി ലുക്കിംഗ് അറ്റ് ദ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ്? നോ, വി ഡോണ്ട് ഹാവ് ടൈം. ബട്ട് ദർ ആർ പീപ്പിൾ. അതും അല്ല പറയുന്നുണ്ട്. എങ്ങനെ പീപ്പിൾ അല്ല പറയുന്നു? അവലം മെറല്ലദീന കഫറു. ആ സ്റ്റേറ്റ്മെന്റ് ആലോചിച്ച് നോക്ക്. അവലം മെറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത്താ റത്ഖൻ. എന്റെ മുസ്ലിം സുഹൃത്തുക്കള് ഒന്ന് ആലോചിച്ച് നോക്കണം. അവലം മെറല്ലദീന കഫറു. 99.9% of the space scientists are not, unfortunately, Muslims. Land has statement again in the tip. Avalam meralladina kafaru. Those who are focused on observing the universe, studying the universe, they're all belonging to not the Muslims. See, avalam meralladina kafaru. ആ സത്യത്തെ നിഷേധിക്കുന്നവർ കാണുന്നില്ലയോ? വീണ്ടും വീണ്ടും നോക്കിയിട്ട്, ഒബ്സർവേറ്ററി വെച്ച് നോക്കിയിട്ട്, വീണ്ടും വീണ്ടും സോഫിസ്റ്റിക്കേറ്റഡ് ഹൈ സ്കാൻ കപ്പാസിറ്റി ഉള്ള സ്കാനേഴ്സ് വെച്ചുകൊണ്ട് മാർസിലേക്ക് മിഷൻ അയച്ചുകൊണ്ട് they see the universe, they study the universe. അതിൽ 99.9% are not the believers in one God. And അവര് അത് നോക്കിയിട്ട് നിരാശപ്പെട്ട് a state of humiliation one out, tired ആയിട്ട് തിരിച്ചു വരാന്നല്ലാതെ you won't find a single mistake in my creation. ഇതാണ്, I don't know how much time I took to explain la rayba fihi എന്ന് പറയുന്നത്. No doubt in it എന്നുള്ളത്. It's an open call. എന്താ നമ്മുടെ ആയത്ത് എന്താണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് അഡ്രസ് ടു ഖുർആൻ. ഈ കിതാബ്, ഈ ഖുർആൻ, la rayba fihi, there is no doubt in. Allah claimed that, and Allah asking you to look around and making such a beautiful statement which science only find today with the support of the sophisticated equipments, and asking us to explore more and more, and asking us to find a single fault in his design. And we don't find anything. ഇത് തന്നെയാണ് സയൻസ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അല്ല വീണ്ടും പറയുന്നു, സെനുരീഹിം. എന്തൊരു സ്റ്റേറ്റ്മെന്റാ! വീണ്ടും അത് പറയുന്നു, നോക്കി നോക്കി നിങ്ങൾ തളരാനല്ലാതെ ആ തളർച്ചയിൽ നിന്ന് നിങ്ങൾ വീണ്ടും പുതിയ ഒബ്സർവേറ്ററി ഉണ്ടാക്കിക്കൊണ്ട് you are going deep into it. You are sending the devices or the explorer to the moon surface. You are sending the explorer to the Mars surface. You are trying to reach sun. ഇതിന്റെ ഇടയിൽ അല്ല പറയുന്നു, വീണ്ടും പറയുന്നു, വീണ്ടും അല്ലാഹു പറയുന്നു, സെനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ആലോചിച്ച് നോക്കണം. അല്ല പറയുന്നത് I will bring സെനുരീഹിം. സീൻ ഒരു അറബി പദത്തിൽ വരുന്നത് ഫ്യൂച്ചറിന് സൂചിപ്പിക്കുന്നതാണ്. സെനുരീഹിം ആയാതിന, I will bring the evidences fil afaq, in the horizons, in the heavens. വഫി അൻഫുസിഹിം, നിങ്ങളുടെ സ്വന്തം നഫ്സിലും. അതൊരു ഡിബേറ്റബിൾ സബ്ജക്റ്റ് ആണ്. Need to be explored more in the face of the advances in the genetics engineering and the biotechnology. നഫ്സിൽ വരുന്ന മാറ്റങ്ങൾ. There are a lot of book has been written on the changes in the mind, in the body. അത് ഞാൻ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുന്നില്ല, because it's not the time for that. But this point, avalam sanurihim ayatina fil afaqi wa fi anfusihim hatta yatabayyana lahum annahu al-haqq. I will bring in the evidences in the cosmic region, in the horizon, till everybody believe I am the truth. There is a God. എവിടെ വരെ എത്തി? 2007 exploration, the unanimously scientific community accept that there is an invisible hand behind the meticulous operation of this universe. കഴിഞ്ഞില്ല. 2012 ജൂലൈ 4 ലോകം നെറ്റി ഉണരുന്നത്. ജൂലൈ 4 പ്രത്യേകത എന്നെക്കാൾ കൂടുതൽ അമേരിക്കയിൽ ജീവിക്കുന്ന നിങ്ങൾക്കറിയാം. ലോകം നെറ്റി ഉണരുന്നത് ഒരു വാർത്ത കേട്ടിട്ടാണ്. എന്തായിരുന്നു അത്? അവർ പറഞ്ഞത്, they find
Anybody got any information on this? That's called LHC, Large Hadron Collider. They formed a laboratory they created between the border between the France and the Switzerland. The objective of the project was to find out what happened immediately after the birth of the universe. What does not most of the universe consist of? How did the matter come to be? Are there more dimensions of space than the three? The Samavathano, three Samavathano, and theories of particle physics in day. Further confirmation വേണ്ടിയുള്ള വലിയൊരു എക്സ്പെരിമെന്റ് ആണ്. അതിന്റെ റിസൾട്ട് ആണ് 2012 ലോകം പുറത്തേക്ക് വിടുന്നത്. July 4th, it was the National Day of the United States of America, who are the champions of the science and technology. January 4th, July 4th, എന്തെങ്കിലുമൊക്കെ ലോകത്ത് അവർ കാണിക്കും സയൻസിന്റെ അവരുടെ mighty power they want to show before the scientific community. ഒരിക്കൽ കാണിച്ചത് മെച്ചൂഴ്സിനെ അവർ ഇടിച്ചു തകർക്കുന്ന ഒരു July 4th വന്ന ഫോട്ടോ. We can even compete with the cosmic disturbance എന്നുള്ള ക്ലെയിമോട് കൂടിയാണ്. അപ്പൊ ഇതിൽ അവർ പറഞ്ഞത് they were trying to find out എങ്ങനെയാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായതിനു ശേഷം. There's a big debate going on. Universe ഉണ്ടായ തിയറി, ബിഗ് ബാങ് തിയറിയെ കുറിച്ച് there's a big debate. അപ്പൊ ആ കുറെ ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ് ആയിട്ട് വെച്ചുകൊണ്ട് they say that how did the matter come to be? Why it is not എന്തെങ്കിലും പറയാ ലൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് ടാൻജിബിൾ അല്ലാത്ത എനർജി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാതെ ഞാനും നിങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടായി? How the matter came into existence എന്ന എക്സ്പ്ലോറേഷൻ തിയറിറ്റിക്കൽ ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അഥവാ they want to find out Higgs boson particle. Under the guidance of the European Organization of Nuclear Research, scientists and engineers from over 100 countries, and they spent $10 billion US. And then for the Peter Higgs, one of the scientists, he got a Nobel Prize for this finding. Boson kadanu varunathu, boson he was an Satyendranath Bose, who died in 1974, has talked about this particle. ആ പാർട്ടിക്കിളാണ് അത്രേ എന്തിന് ഈ soon after the universe ഫോർമേഷന്റെ അതിനുശേഷം ഈ മാറ്റർ ഉണ്ടാകുകയും ടാൻജിബിൾ പാർട്ടിക്കിൾസ് ചക്ക മാങ്ങ തേങ്ങ മനുഷ്യനൊക്കെ ഉണ്ടായത് എന്നാണ് അവർ ക്ലെയിം. അതിന് കാരണമായ ഒരു പാർട്ടിക്കിളിനെ കണ്ടെത്തുക ആയിരുന്നു primary objects of the LHC or this particular experiment. They were trying to recreate a mini universe. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ പറഞ്ഞു 2007 സയന്റിഫിക് അമേരിക്കൻ കാറ്റഗോറിക്കലി ടെൽസ് there is an invisible hand behind the meticulous operation of this universe എന്ന് ക്ലെയിം ചെയ്ത സയന്റിഫിക് അമേരിക്കൻ കമ്മ്യൂണിറ്റി further claims on 2012 says since ഈ മാറ്റർ ഈ പാർട്ടിക്കിൾ ഇല്ലെങ്കിൽ there is no universe. അതുകൊണ്ട് we are going to give a nickname. We are going to give a nickname to Higgs boson particle, and they name it as God's particle. They name it as God's particle. Wonderful, you see. So I'm not going to go much detail about it. ഇവിടെ എൻ്റെ ഒരു my concern നേരത്തെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ മുസ്തഫ സാബ് പറഞ്ഞതുപോലെ ആ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലും more than 100 countries have participated in the mission. Many scientists, including India, has participated in the experiment. Again, സത്യമാക്കിക്കൊണ്ട് സത്യത്തിൽ വിശ്വസിക്കാത്തവർ കാണുന്നില്ലേ എന്ന ആയത്തിന് സത്യമാക്കിക്കൊണ്ട് there was not a single person belonging to our community, unfortunately. And ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ there was a gift from India given by the then government of India
Government of India, scientific community, they gifted to keep in front of this $10 billion laboratory to make this experiment an auspicious moment so that good results comes out. And that gift from India was a Nataraja statue, which is a depiction of the Hindu god Shiva as a cosmic dancer. Adava Shivande Tandava Nirthamadi Annatha unruly universe in Tagarthu, Adanam Tandava Nirtham and Shivan, Tandava Nirthamadi unruly universe in Odachuar ruled systematic operational universe in Akedine epitomize Chayuna Nataraja Vigrahamayunu India gift to this laboratory, and that was kept in front of the $10 billion costing experimental laboratory, trying to find out a particle which was the reason behind you and me living in this universe. Adine avara karanam paranjathu, Indian scientists karanam paranjathu, that is to make that experiment an auspicious outcome and better results. Plus, there was another statement during the time in 2012 period, appeared in the many of the magazines. The title was this. Church finds Pope, science finds God particle. And then the Pope Francis I, on March 13, 2013, after Peter Higgs received the Nobel Prize for this experiment, he was a leading scientist in it. The Andata, Cardinal George Mario Bergoglio, Pope Francis I, on 13th March 2013, said the theory of evolution and the Big Bang are real. That was stated by the Pope. But there was no statement from our side. Then any religious script, there is a direct address. Quran direct address cheyunnundu. Creation of universe ine soochipikkunna aya. Nertha magandu alladhi khalaqa samawati tibaqa 7 layers ആയിട്ട് സൃഷ്ടിച്ചു. അതിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും പോരായ്മ നിങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? നിങ്ങൾ വീണ്ടും നിങ്ങൾ ഒബ്സർവേറ്ററീസ് അയച്ചുകൊണ്ട്, that's what they claim, they're going to send more and more exploratory devices to explore more on the universe. Allah claim you cannot find a single fault in my design. എന്നിട്ട് Allah പറഞ്ഞു സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഞാൻ പിൽക്കാലത്ത് സീൻ സൂചിപ്പിക്കുന്നത് ഫ്യൂച്ചർ ആണ്. I will bring in more evidences for the people in the afaq, which means the horizons or the cosmic region, until you atta yatabayyana lahum annahu al-haqq, I am the truth ennu ningal vishwasikkundavareയും ഞാൻ അത് കൊണ്ടുവന്നിരിക്കും. 2007 അവർ പറഞ്ഞു, they're pointing their fingers and claiming there's an invisible hand behind it. 2012 അവർ പറഞ്ഞു, we find that particle behind the formation of this universe, without which there is no universe, tangible universe, only the light exists. And 2012 they named it as a God's particle on July 4th, 2012. ആ എക്സ്പെരിമെന്റിനെ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ അവർ പ്രൗഡ് നാഷൻസിന്റെ ഗിഫ്റ്റ് ആയിട്ട് നടരാജ വിഗ്രഹം വാസ് ഗിവൻ as a gift, and the scientists participated in the mission from India and gave that gift under the belief that there should be an auspicious end for this research. പോപ്പ് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു ബിഗ് ബാങ്ങും കൂടെ നടന്ന എക്സ്പെരിമെന്റും സത്യമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. That's Bible touch. And if you look into detail, trying to find any of the references, അതിൽ നോക്കിയാൽ
ഈ രണ്ടിലും റെഫറൻസ് കാണാൻ കഴിയില്ലെങ്കിൽ ഈ ആ ബിഗ് ബാങ് എന്ന പദം പോലും ഫ്രെഡ് ഹോയ്ലെ 1950s BBC ആയിട്ട് നടത്തിയ ഇന്റർവ്യൂവിലാണ് ബിഗ് ബാങ് എന്ന പദം ഉപയോഗിച്ചത്. ആ പദം തന്നെ നമ്മൾ അത്ഭുതപ്പെടുന്നതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു അവലം യറല്ലദീന കഫറു, നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ കാനതാ റത്ഖൻ. ഇവിടെയും അത് ഉപയോഗിച്ചത് കഫറു. Do not the unbelievers see that the heavens and the earth were joined together as one of the creation, as the one. فَفَتَقْنَاهُمَا, I am the one which made it to explode. പൊട്ടിത്തെറിപ്പിച്ചത് ഞാനാണ്. അതിൽ നിന്നാണോ ബിഗ് ബാങ് എന്ന പദം തന്നെ ഫ്രെഡ് ഹോയ്ലെ കണ്ടെടുത്തത്? ഒരു സയന്റിഫിക് ക്ലെയിം നടത്തുന്നതിന് മുമ്പ് എനിക്കൊരു എയറിൽ നിന്ന്, അബ്സല്യൂട്ട് വാക്യൂമിൽ നിന്ന് ഒരു പദം എനിക്ക് എടുക്കാൻ കഴിയില്ല. ഐ മേ നീഡ് ആൻഡ് പ്രീവിയസ് ഗൈഡൻസ് ഫോർ ദാറ്റ്. അതാണ് നമ്മൾ ആര് പറയുന്നത്. ദാറ്റ് ഇസ് വൈ ഹി ക്ലെയിംസ് 976 ഇസ്ലാമിലേക്ക് വന്ന, ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഡോക്ടർ മോറിസ് ബൊക്കായിലെ, എ ഫ്രഞ്ച് ഫിസിഷ്യൻ, in 1976 was addressing to the group of physicians, and after embracing Islam, he says experimental science attempt to understand idea behind this creation. The scientists are trying to understand the guiding idea. ആ ഐഡിയ എന്ന് അദ്ദേഹം പറയുന്നത്, they are taking God's creative idea and they're putting into statements and the formulas and presenting to the world. Example, എങ്ങനെ നമുക്ക് പറയാം? വായുവിലേക്ക് പറന്നു പോകുന്ന പ്ലെയിൻ പ്രകൃതിയിലുള്ള പക്ഷികളായിരുന്നുള്ള പ്രചോദനം, സബ്മറൈന്റെ പ്രചോദനം, കടലിലെ ആഴങ്ങളിലൂടെ ഊളിയിട്ട് പോകുന്ന വെയിൽസ്, തിമിംഗലങ്ങളായിരുന്നില്ലേ? അപ്പൊ ഈ യൂണിവേഴ്സിലെ ക്രിയേറ്റീവ് ഐഡിയ ആണ് മൈ മോട്ടിവേഷൻ ഫോർ എക്സ്പെരിമെന്റ്സ് ആൻഡ് റിസർച്ച്. ഉദാഹരണത്തിന് നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എടുത്തു കഴിഞ്ഞാൽ മൈക്കിൾ ഫാരഡേ വന്നിട്ട് മോട്ടോർ കറങ്ങണൊക്കെ കാണിച്ചു. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ വന്നിട്ടാണ് അതിന് തിയറി ഉണ്ടാക്കിയത്. അത് നമ്മളെ പഠിപ്പിക്കാനും PhD കാരൊക്കെ ആയിട്ട് കുറെ ആളുകൾ ബുദ്ധിമുട്ടിക്കാനായിട്ടുള്ള കുറെ ഫോർമുലാസ്, നമ്പർ ഓഫ് ടേൺസും വയറിംഗ് ഒക്കെ വന്നു. ഇപ്പൊ ഈ പോസ്റ്റ് കോവിഡിൽ വി ആർ ഗോയിങ് ബാക്ക് ടു ദ പ്രാക്ടിക്കൽ സയൻസ്, ഡൂയിങ് തിങ്സ് ആൻഡ് മേക്കിംഗ് ഇറ്റ് ഹാപ്പൻ. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ബിഗ് ബാങ് എന്ന പദം പോലും സയൻസിന് എടുക്കാൻ കഴിഞ്ഞത് കാനത്താ റത്ഖൻ ഫതഖ്നാഹുമ എന്ന സൂചനയല്ലേ? So they are not, some of them are claiming that yes, it is. Who are they? And ഏറ്റവും ആകർഷിതാണ് സൗദി ഗവൺമെന്റ് നടത്തിയ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനിൽ അവർ വേൾഡിലെ ലീഡേഴ്സിനൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് they did a very good job way back in probably in the mid of 1990s. 2000 മുമ്പാണ് സംഭവിച്ചത്. അതിൽ പ്രസിദ്ധനായ ഒരു സയന്റിസ്റ്റിന്റെ വാക്കുകൾ ഞാൻ ഇന്നും ഞാൻ കോട്ട് ചെയ്യാറുണ്ട്. He was an Professor Yoshihide Kosai from the Tokyo University. He was the director of the National Astronomical Observatory in Japan. He said very clearly, by reading Quran and by answering the question, I think I can find my future way for investigation of this universe. ഈ ഖുർആൻ മുമ്പിൽ വെച്ചിട്ട് if I go and investigate this universe, I can present a truthful model, because ഇപ്പൊ പ്രസന്റ് ചെയ്ത മോഡൽ ഒന്നും ട്രൂത്ത്ഫുൾ അല്ലത്രേ. ഞാനല്ല പറയുന്നത്. George Alice, an internationally renowned astrophysicist, and the Nobel laureate Dr. Hans Alfvén, Professor Geoffrey Burbidge, Dr. Halton Arp, ഇവരൊക്കെ പറയുന്നത് many models that could explain the origin of universe. We are using philosophical criteria in choosing our model, and we can find many fault in this model. ആര് പറയുന്നത്? ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നത് there are many fault in the model which we have formulated in explaining the creation of universe. ഇദ്ദേഹം പറയുന്നത് by seeing
പ്രൊഫസർ കസായി പറയുന്നത് when it was presented to him, by reading Quran, by answering the questions it's asking to. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വശംസി ശംസിനെ തന്നെയാണ് സത്യം. വശംസി വദുഹാഹ, ആ ശംസ് ഒരു പ്രത്യേക പോയിന്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ടൈമാണോ ദുഹ, അല്ലെങ്കിൽ അത് ഒരു സൺ ഷംസ് പോലെ തന്നെ ഒരു ക്രിയേഷൻ ആണോ? വശംസ്, അല്ല പറയുന്നത് ഷംസിന് തന്നെയാണ് സത്യം. Is it not addressing to us to study more about the shams, the sun? Duha എന്ന് പറയുന്നത് it's a time, or duha എന്നുള്ളത് is it a creation like sun? വശംസി വദുഹാഹ വൽ ഖമരി, ചന്ദ്രന് തന്നെയാണ് സത്യം. ഇദാ തലാഹ, that moon, ഇദാ തലാഹ, ആ സണ്ണിന് ചുറ്റും പോകുന്നു. നമുക്കൊരു റീഡെഫിനിഷൻ ടൈം ആയില്ലേ, ലോകത്തോട് പറയാൻ സമയമായില്ലേ. വൽ ഖമരി ഇദാ തലാഹ, നമ്മൾ പഠിച്ചത് എന്താണ്? എർത്തിന്റെ മൂണാണ്, എർത്തിന്റെ സാറ്റലൈറ്റ് ആണ് മൂണ്. ഇവിടെ അഡ്രസ് ചെയ്യുന്നതോ വശംസി ശംസിന് തന്നെയാണ് സത്യം. വശംസി വദുഹാഹ, ആ ഷംസ് ഒരു പ്രത്യേക സമയത്ത് വരുമ്പോൾ, പോയിന്റിലെത്തുമ്പോൾ ഉള്ള ടൈം, ചൂട്, അതാണോ അഡ്രസ്? അല്ല, ദുഹ എന്നുള്ളത് is a creation by itself. വൽ ഖമർ, ഖമറിനെ തന്നെയാണ് സത്യം. ഇദാ തലാഹ, ആ ഖമർ ആ സൂര്യനെ വലയം വെക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ച നേരം ഓപ്പോസിറ്റ് അല്ലേ. വന്നഹാരി, പകലിനെ തന്നെയാണ് സത്യം. ആ പകല് ഇദാ ജല്ലാഹ, ആ സൂര്യനെ വെളിപ്പെടുത്തുന്നു. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. നമ്മളെന്താ പഠിക്കുന്നത്? ആ കുട്ടി മനോഹരമായി ഓതിയ ഖുർആൻ ഒരു ഭാഗത്ത് പഠിക്കുന്ന കുട്ടി മറുഭാഗത്ത് ക്ലാസ്സിൽ മുമ്പ് പോയിട്ട് പഠിക്കുന്നു. The day breaks when the sun rises. See, ഞാനിത് ഒരു സ്ഥലത്ത് അഡ്രസ് ചെയ്യുമ്പോൾ ഒരു കുട്ടി എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നോമ്പ് നമുക്ക് സൂര്യൻ ഉദിച്ചിട്ട് പിടിച്ചാൽ മതിയല്ലോ. അപ്പൊ അമേരിക്കർക്ക് ഭയങ്കര സന്തോഷമാകും അല്ലെ, സൂര്യൻ ഉദിച്ചിട്ടാണ് നോമ്പ് പിടിക്കണമെങ്കിൽ. പക്ഷെ പ്രശ്നം, സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ എത്രയോ സമയം ഉണ്ടാകും, നിങ്ങൾ ടൈം നോക്കൂ. ഖുർആൻ പറയുന്നത് എന്താ? നഹാറ് എന്നത്, നഹാർ പകൽ എന്നത് ആ സൂര്യനെ വെളിപ്പെടുത്തുന്നത് നഹാറാണ് അത്രേ. ഇറ്റ്സ് നോട്ട് അതർവൈസ്. സൂര്യൻ വരുമ്പോൾ പകലുണ്ടാകുകയല്ല. നഹാർ റിവീൽസ് ദ ഡേ. വശംസി, ശംസി എന്നതിന്, ശംസ് രാത്രി തന്നെയാണ് സത്യം. ആ രാത്രി വശംസി എന്താ പറയുന്നത്? വല്ലൈലി ഇദാ യഗ്ഷാഹ, ഒരു സബ്ജക്റ്റിനെ, ഒരു ഒബ്ജക്റ്റിനെ ഒരു തുണി വെച്ച് മൂടുന്നത് പോലെ ആ ശംസ് രാത്രി സൂര്യനെ കവർ ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് അതർവൈസ്. നൈറ്റ് ഷാർട്ട് when the sun sets in the west. No. ഇത് the Kosai was the former director of the National Astronomical Observatory in Japan, saying that by reading Quran and by answering the questions, I think I can find my future way for investigation of the universe. ഒരു വേൾഡ്, പുതിയ വേൾഡ് ഓർഡറിന്, പുതിയ ഒരു സയന്റിഫിക് തോട്ട്സിന് ബേസ്ഡ് ഓൺ ദ ഖുർആൻ സമയം ആയിരിക്കുന്നു. And I don't want to go further into it. My question is, if you look into, ഞാൻ ഇന്നലെ I was talking to my son. He's an engineer. If you want any problem to be resolved, please, it is my direct request as well as a call to you people listening to me. If you wanted to solve any existing problems in the world, you will find the answer in the Quran. So dynamic it is. Walakad, Quran പറയുന്നു, walakad sarrafna, സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ഓതൽ സുന്നത്താണ്. ആ സൂറത്തിൽ അള്ളാഹു പറയുന്നു, walakad sarrafna fi hadhal ഖുർആനി ലിന്നാസ്. ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജനങ്ങൾക്ക്, മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് my humble request to you, ആ ലിന്നാസ് എന്ന പദം, ആ കഫറു എന്ന പദം നമ്മൾ നെട്ടിക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞത് വലഖദ് സർറഫ്ന ഫീ ഹാദൽ ഖുർആൻ, in this Quran which this boy has recited with the subject of matter of discussion today,
is full of similitudes, examples for the people, not for the Muslims alone. Because of that, many Big Bang and the Padam Polum, many of the scientific revolutions happening today in the world, even drawn in the experiment polum, drawn the future trend parayunna or device njan kandapol, ശരിക്കു പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര മാത്രം കോപ്പി മോറിസ് ബൊക്കായിലെ 1976 ഗ്രൂപ്പ് ഓഫ് ഫിസിഷ്യൻ ട്രേസ് ചെയ്തുകൊണ്ട് അവർ ലോകം കടമെടുക്കുകയാണ്, ഖുർആന്റെ ഗൈഡൻസ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചത് ഓർത്തുപോയി. ആ മോഡൽ പോലും സുലൈമാൻ നബി അലൈഹിസ്സലാം, ലോകം ഭരിച്ച രാജാക്കന്മാരിൽ ഒരാളായ സുലൈമാൻ നബി അലൈഹിസ്സലാം ദർബാർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, when a meeting is going on, taking decision, since he's a king ruling the world, if there is a problem happening, ആ ഭരിക്കുന്ന രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ അവിടെ ഒരു ഡിവൈസിന്റെ ആവശ്യമില്ല. ബിസ്മില്ലാഹി പറയുമ്പോൾ അത് ആയിരിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ വായുവിൽ പറക്കുന്നു. അതിൽ ആരെക്കൊണ്ട് everybody is there without disturbing that meeting. ഇമാം ഖുർത്തുബി in his tafsir is narrating a story. അതിന്റെ ഒരു മോഡലാണ് ഡ്രോൺ. അതിന്റെ ഫ്യൂച്ചർ ട്രെൻഡ്സിൽ പോലും പ്രശ്നങ്ങൾ കണ്ടു കാണും. അതിങ്ങനെ പറന്നു വന്ന് ആ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആരും ഡിസ്റ്റർബ് ആയിട്ടില്ല, അത് നടന്നു വരുന്നു, ഒരു റൂമിലേക്ക് സ്റ്റാക്ക് ചെയ്യുന്നു. See, this is the way the world is going, my dear friends. വലി സുലൈമാൻ റീഹ ആസിഫത്തുൻ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അന്ന് കൊടുത്തതാണ് വായുവിനെ, the very basic fundamental principle of the aerodynamics. അതിന്റെ സുലൈമാൻ നബി കൊടുത്തു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രാവൽ അക്രോസ് ദ വേൾഡ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അതിന്റെ ഒരു സംഭവം ഇപ്പോഴും നമ്മൾ ആയിട്ടില്ല. സൂപ്പർസോണിക് ഫ്ലൈറ്റ് ഒക്കെ ഇറ്റ്സ് ഗോയിങ് ടു കം. വി വുഡ് ഹാവ് ബീൻ ദ ഫസ്റ്റ് ടു ക്രിയേറ്റ് ദാറ്റ് by keeping the Quran in front of us and leading the research. ഞാൻ മകനോട് പറഞ്ഞതാണ്, റെഫ്രിജറേഷൻ ടെക്നോളജിയിൽ ഒരു പ്രോബ്ലം വന്നു, പോളണ്ടിന്റെ ഒരു ടെക്നോളജി മേടിച്ചു, why don't you create your own technology or give behind creating your own എന്ന് പറഞ്ഞപ്പോൾ അത് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പരിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉസൈർ എന്ന ഒരു മഹാനെ കുറിച്ച് അത് പറയുന്നുണ്ട്. ഉസൈർ ഇങ്ങനെ സംശയപ്പെട്ടു, വലിയൊരു പിന്നെ പ്രവാചകനാണെന്ന് പറയുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും വലിയൊരു അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു അള്ളാഹുവിനെ ആരാധിച്ച് കഴിയുന്ന വലിയൊരു മഹാനായിരുന്നു മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു. സംശയിച്ചു പോയി എങ്ങനെയാണ് മരിച്ചവർ ജീവിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു തആല ഉറക്കി കിടത്തിയ ഒരു ബന്ധം. ഒന്നും സംഭവിച്ചില്ല. എണീറ്റപ്പോ അല്ല പറഞ്ഞു, ഏത് അതിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ ഭക്ഷണപാനീയങ്ങൾ അത് നശിച്ചിട്ടില്ല. കഴുത, വാഹനം നശിച്ച് എല്ലാം പോലും കാണാനില്ല. അത് കേടുകൂടാതെ ഒരു സാധനം ഓപ്പൺ ആയിട്ട് ഇരുത്താൻ കഴിയുമെന്ന ഗൈഡൻസ് അതുകൊണ്ട്. ദാറ്റ് ഈസ് ഫോർ ദ മോഡേൺ വേൾഡ് ഡിസ്ട്രിക്ട് കൂളിംഗ്. ദ ഗൈഡൻസ് കെയിം ഫ്രം ഖുർആൻ. മെനി മിൻ കുല്ലി ഷൈഇൻ സബബ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഖുർത്തുബി പറയുന്നുണ്ട്, ways and means of doing it. My scientific life, many things has been invented and been find many solutions resolved by keeping this ayah in front of me. وَآتَيْنَاهُ مِنْ كُلِّ شَيْءٍ سَبَبًا. ദുൽഖർനൈൻ അലൈഹിസ്സലാം, അതും സൂറത്തുൽ കഹ്ഫ്. ലോകം ഭരിച്ച രണ്ടാമത്തെ രാജാവ്, ലോകം മുഴുവൻ അടക്കി ഭരിച്ച രണ്ട് മുസ്ലിം രാജാക്കന്മാരാണ്. ഒന്ന് സുലൈമാൻ അലൈഹിസ്സലാം, ഒന്ന് ദുൽഖർനൈൻ അലൈഹിസ്സലാം. രണ്ടുപേരിൽ അമുസ്ലിംസ് ഭരിച്ചിട്ടുണ്ട്. അത് വേറെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഈ ദുൽഖർനൈൻ അലൈഹിസ്സലാമിന് അള്ളാഹ് കൊടുത്ത ഒരു പ്രത്യേക കഴിവാണ് വഅതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഇത് മോസ്റ്റ് എക്സൈറ്റിംഗ് ആണ്. ദ വേസ് ആൻഡ് മീൻസ് ഓഫ് ഡൂയിങ്. എ പ്രോബ്ലം കംസ് ബിഫോർ മീ. അത് സംഭവിച്ചു വിത്ത് എ വീക്ക് അഗോ. പ്ലീസ്, ഐ എം നോട്ട് എക്സാജറേറ്റിംഗ്, ബിലീവ് മീ. ഞങ്ങൾ ഒരു റിവോൾവിംഗ് റെസ്റ്റോറന്റ് ഡിസൈൻ ചെയ്യുന്നുണ്ട് in the knowledge city, and we want to make it as a unique design. So we have ഞങ്ങൾ ഒരു കോൺസെപ്ച്വൽ ഡ്രോയിങ് വരച്ചു. അത് ഒരു അഡീഷൻ, സാധാരണ റിവോൾവിംഗ് റെസ്റ്റോറന്റ് നമ്മുടെ വലിയ വാട്ടർ ടാങ്ക് പോലെ 4 തൂണിൽ പൊക്കിക്കൊണ്ടെന്ന് അതിങ്ങനെ ഒരു ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അതേ ടവറിന്റെ ഒരു എക്സ്ട്രാ ഫ്ലോർ മാത്രം എടുത്തിട്ട് അതിലൊരു പ്ലാറ്റ്ഫോം റിവോൾവ് ചെയ്യിക്കണം. സോ ഈ പ്രോജക്റ്റ് വാസ് ഗിവൻ ടു an architect. 10 മാസം അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ദെൻ സ്ട്രക്ചറൽ ഡിസൈൻ്റെ സമയത്ത്
സ്ട്രക്ചറൽ കൺസൾട്ടന്റ് പറഞ്ഞു, ഇന്ന് എനിക്ക് അതിന്റെ ലോഡ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പൈലിന്റെ കോളത്തിന്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഐ നീഡ് ഇറ്റ് അർജന്റ്ലി ആൻഡ് ടുമാറോ ഐ നീഡ് ഇറ്റ്. ആർക്കിടെക്റ്റിന് കുഴങ്ങി, സ്വാഭാവികമായിട്ടും പ്രോജക്ട് ഓണർ ഞാനും കുഴങ്ങി. Believe it, my dear friends. After Asr prayer, I sat, closed my doors, and for me, وَأَعْطَيْنَاهُ مِنْ كُلِّ شَيْءٍ سَبَبًا was the inspiration. You won't believe. ഞാൻ ഇരുന്നത് ഒരു പക്ഷെ 4:30 മണിയായിട്ടുണ്ടാവും. By 6 o'clock, through Shanghai, Delhi office of the one which makes നമ്മുടെ ഇത് ചെയ്യുന്ന, നമ്മൾ ആവശ്യപ്പെട്ട റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള കുറേ എനിക്ക് ഫോൺ ഇങ്ങോട്ട് വന്നു. By next day, 12:35, I got the complete detail. 300 kilogram per meter square load വേണം എന്ന് ഡിസൈൻ അടക്കം. I got an answer in less than 24 hours. And my motivation, my inspiration to get such things, which was waiting for 10 months, this ayah, وَأَعْطَيْنَاهُ مِنْ كُلِّ شَيْءٍ سَبَبًا. ദുൽഖർനൻ അലൈഹി ഇസ്ലാമിന് എന്താ അള്ളാഹിനോട് പറഞ്ഞതാണ്? ഞാൻ ആദ്യം തുടർന്ന് വെച്ച ഓപ്പണിംഗ് ആയതായിരുന്നു, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഹുദൻ, it has got an absolute guidance for those who fear Allah. ഗൈഡൻസ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് എങ്ങനെയാ? നന്നായി ജീവിച്ച് ഇവിടെ ജീവിക്കാനുള്ളതാണ് ഖുർആൻ. ഇവിടെ ജീവിക്കുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ളതാണ് ഹദീസ്. നോട്ട് ദെയർ. അവിടെ നിയന്ത്രണങ്ങളില്ല സ്വർഗത്തിൽ. ഖുർആൻ ആൻഡ് ഹദീസ് ഫോർ യു ടു ലിവ് ഹിയർ സക്സസ്ഫുള്ളി, ആൻഡ് ആ ലൈഫ് സക്സസ്ഫുൾ ആവുകയും അതോടൊപ്പം ഇറ്റ് വിൽ ലീഡ് യു ടു ദി എറ്റേണൽ സക്സസ്. ദാറ്റ് ഇസ് ഫോർ ദ ഖുർആൻ ആൻഡ് ഹദീസ്. ആ ഖുർആൻ പറയുന്നു, ഇറ്റ് ഈസ് ഗോട്ട് എ ഗൈഡൻസ് ഫോർ യു. എങ്ങനെ പിന്നെ പറയുന്നത്? വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. For everything you got similitude in this, for the people, not for you. അതുകൊണ്ട് തന്നെ then as നമ്മളെക്കാളും ഡീപ്പ് റിസർച്ചിൽ ഖുർആൻ വെച്ചുകൊണ്ടുള്ള പഠനം നടത്തുന്നത് for your kind information, not so-called Muslims, others. This is Quran, just count ചെയ്താൽ 6,000 ആയ. ഒരു 3 ആയത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ you could have completed that in 5 years. The one which has created golden era in the history of humankind. ആ history of the human golden era പ്രൊഡ്യൂസ് ചെയ്ത ഡസൻസ് ഓഫ് സയന്റിസ്റ്റിന്റെ പേരെണ്ണിക്കൊണ്ട് ജോർജ് സാറ്റിനെ പോലുള്ളവർ പറയുന്നത് ജാബിർ ബിൻ ഹയ്യാൻ, ഇബ്നുൽ ഖൈത്തം പോലത്തെ ലീഡിംഗ് സയന്റിസ്റ്റിന് പേരെണ്ണിക്കൊണ്ട് അവർ പറയുന്നത് യു വോണ്ട് ഫൈൻഡ് എനി equivalent for this scientist even in the modern American community, scientific community. And where we are, ഞാനും നിങ്ങൾ എവിടെയാണ്? എനിക്ക് സന്തോഷം തോന്നി ആ കുട്ടി അത് ഓതിയപ്പെടും. മനോഹരമായി തജ്വീദ് നിയമം അനുസരിച്ചുകൊണ്ട് ഈണത്തിൽ ഓതി. നമ്മളിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലാംഗ്വേജും IoTയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും പുതിയ വരുന്ന ഓരോന്നും പഠിക്കാൻ നമ്മൾ ആവേശം കാണിക്കുമ്പോൾ നമ്മളാക്കി മാറ്റിയ ഈ ഖുർആൻ ഇസ് എൻ അബ്സല്യൂട്ട് ഗൈഡൻസ് ഫോർ എവറിത്തിങ്. ആ ഖുർആൻ നമ്മൾ പഠിക്കാൻ എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്. ഈ പരിശുദ്ധ റമദാനിലെ ഈ രാത്രി അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ തൽക്കാലം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് പിന്നെ ഉണ്ടെങ്കിൽ ഐ ആം റെഡി ടു ടേക്ക്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈർ. നമ്മുടെ ഇടയിലുള്ള ആർക്കെങ്കിലും നേരത്തെ ഇതുവരെയായി നമ്മുടെ സലാം സാഹിബ് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സമയമാണ്. തീർച്ചയായും എല്ലാ സമയം ഒക്കെ പരിമിതമാണെങ്കിൽ പോലും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്.
അസ്സലാമു അലൈക്കും ഉസ്താദ്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വിചാരിച്ചാൽ, സംശയമല്ല, എൻ്റെ ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഉറക്കെ പറയാമോ സർഫറാസ്? ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പോ കുറെ സംഘടനകളുണ്ട്. അപ്പൊ സംഘടനകൾക്ക് എല്ലാവർക്കും എന്തുണ്ട്, വാരികകളും അതുപോലെ തന്നെ മാസികകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വാരികളും മാസികകളും മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത് അധികം ഫിഖ് മാറ്റേഴ്സ് മാത്രമാണ്. അപ്പോ നമ്മളുടെ ഒരു ദീനിയായിട്ടുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാകുമ്പോൾ തന്നെ ദീൻ എന്ന് പറയുമ്പോൾ വെറും ഫിഖിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അവരുടെ ചിന്തയൊക്കെ. നമ്മൾക്കൊരു നല്ലൊരു സയന്റിഫിക് മാസിക നമ്മുടെ സമൂഹത്തിലില്ല. ഇപ്പൊ നമ്മളെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ സംഘടന നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വളരെ എന്താ പറയാ, ഒരു നേരത്തെ നമ്മൾ പരിതപിക്കുന്നുണ്ട് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ സയന്റിസ്റ്റുകൾ ഇല്ല, ആ രീതിയിൽ ചിന്തിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് വൺ ഓഫ് ദ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ഇടയിൽ ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സയന്റിഫിക് മാഗസിൻ നമ്മളുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ആ രീതിയിലൊരു ഇപ്പോൾ സാറിനെ പോലെയുള്ള ആൾക്കാർ, അപ്പോൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കഴിവുള്ള ആൾക്കാർ അതിനു വേണ്ടി ഒരു എന്താ പറയാ മുന്നോട്ട് വരാൻ കഴിയുമോ എന്നതാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ സജഷൻ. നമുക്ക് ചെയ്യേണ്ടത് തന്നെയാണ് അത്. കാരണം അതൊരു വലിയ ചാലഞ്ചായി നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഒരു കാലത്ത് എത്രയോ സയന്റിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്ത നമ്മൾ ഇപ്പോൾ അതിന്റെ പിന്നിൽ വളരെ പിന്നിൽ നിന്നല്ല, എവിടെയും ഇല്ല എന്നുള്ളത് വലിയ പരിതാപകരമായ അവസ്ഥയാണ്. വി ഹാവ് ടു അഡ്രസ്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഞങ്ങളൊരു ട്രൈങ് ടു ഡു ഇറ്റ്. എന്താ പറയാ, പലതും ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ടു make our presence a contribution to the nations as well as primarily addressing the people's problem. ഇപ്പൊ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുവിധം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡയറക്റ്റ് കോള് നമ്മൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. Nothing is happening at that level. Even not in except in the UAE, the center, മാസത്തിലേക്ക് ആളായിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ ഇതിലുള്ള ഒരു ഇതിലേക്ക് നടക്കുന്നില്ല എന്നതാണ് പരിതാപകരമായ അവസ്ഥ. ഈവൻ സൗദി അറേബ്യയിൽ വി ഹാവ് അഡ്രസ് ദിസ് ഇഷ്യൂ. 38 യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോഴും ദിസ് വാസ് ഓൺലി ജസ്റ്റ് കോപ്പി ഓഫ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി, നോട്ട് ഗിവിംഗ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ദ റിസർച്ച്. അത് അഡ്രസ് ചെയ്തേ പറ്റൂ. ഞാൻ ഇവിടെ കാനഡയിൽ വന്നപ്പോ ഇവിടെ ടൊറന്റോ പബ്ലിക് ലൈബ്രറി ഒരു ക്ലാസ്, അത് മുസ്ലിങ്ങൾ ആരും ഉണ്ടായില്ല, ഞാൻ ഒറ്റക്ക് മാത്രം മുസ്ലിം ഉണ്ടായ ഒരു ഇതാണ്. അത് കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ടു മോഡേൺ മെഡിസിൻ എന്നാണ് ആ ഒരു ടോപ്പിക്കിന്റെ പേര്. അപ്പൊ കുറെ ഇവിടെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ, അതും നോൺ മുസ്ലിം ആണ്, എല്ലാവരും നോൺ മുസ്ലിംസ് ആണ്, വൈറ്റ്സ് ആണ് എല്ലാം ഉണ്ടായത്. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇബ്നു സീനയെ കുറിച്ചിട്ട്. അപ്പൊ ഇബ്നു സീനയുടെ ഒരു കോട്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ ഹ്യൂമൻ ബോഡി കൂടുതൽ പഠിച്ചപ്പോ ഞാൻ കൂടുതൽ അള്ളാഹുവിനെ അറിഞ്ഞു എന്ന് വളരെ എന്താ പറയുക ബോൾഡായിട്ട് ആ പ്രൊഫസർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പോലും ഇപ്പൊ ശാസ്ത്രം പഠിച്ച ആൾക്കാർ കൂടുതൽ എയ്ത്തിസ്റ്റ് അല്ലെങ്കിൽ അഗ്നോസ്റ്റിക് ആയി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു വലിയൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എന്നാണ് പറയുന്നത്. നമ്മള് ഒരുമിച്ച് കൊണ്ട് അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കണമെന്നുള്ളതാണ്. അപ്പൊ അവിടെയെങ്കിലും ഈ ശാസ്ത്രത്തിന്റെ വിഷയത്തിലെങ്കിലും നമ്മൾക്ക് കൈകെട്ടുന്ന പോലെയുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റുള്ള സംഘടനകളായി ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോയിക്കൂടെ എന്നുള്ള ഒരു ചോദ്യം കൂടെ. അതന്നെ വേണ്ടത്. ഒരു ജോയിന്റ് കോളാണ്. ഇപ്പൊ ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. ജോയിന്റ് കോളാണ്. അതൊരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്നതല്ല. അത് നമുക്കിപ്പോ ഒരു സങ്കടം വരുന്നത് ഇതാണ്. മറ്റേ ഈ ഗോഡ്സ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ലാർജ് ഹൈഡ്രൻ കൊളൈഡറിൽ പോലും നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായില്ല. അവിടെ നടരാജ വിഗ്രഹവും ബൈബിളും പ്രസന്റ് ചെയ്തപ്പോൾ ഇത്രയും സയന്റിഫിക് കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു ട്രാജഡി അല്ലത്. നമ്മള് വി ഹാവ് ടു വേക്ക് അപ്പ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ കുറെ അത് ചെയ്യാൻ പറ്റും. ദർ ആർ ലോട്ട് ഓഫ് ഫണ്ടമെന്റൽ തിങ്സ് വി കൻ അഡ്രസ്. ഒരു റിസർച്ച് R&D തന്നെ കുറച്ച് കുട്ടികളെ ഇപ്പോ ഈ യങ് ജനറേഷനിൽ അങ്ങനെ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ചിൽഡ്രൻ കമ്മിങ് ഫോർവേഡ്. അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. സ്കൂളുകളെയൊക്കെ നമുക്കൊരു വർക്ക്ഷോപ്പുകളായിട്ട് മാറ്റണം. ഇനിയിപ്പം ഈ ഓൺലൈൻ സ്റ്റഡി കുറെ കൂടി പ്രാക്ടിക്കലായി വരുന്നത് കൊണ്ട് വലിയ കെട്ടിടങ്ങളുടെ ആവശ്യമില്ലാതാവുന്നത് കൊണ്ട് തന്നെ
ഇതൊക്കെ തന്നെ ഒരു വർക്ക്ഷോപ്പുകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടണം. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് പറയുന്നിടയില് വളരെ പ്രൗഡായിട്ട് ഞാൻ നമ്മുടെ നന്മയുടെ ഈ റമദാനിലെ ഒരു പരിപാടി കൂടി പറയാൻ ആഗ്രഹിക്കാം, ചേർത്ത് വെക്കാൻ. നമ്മൾ ഈ റമദാനിൽ നമ്മൾ കിഡ്സിന് വേണ്ടി ചെയ്ത ഒരു പരിപാടി 1001 ഇൻവെൻഷൻസ് ആൻഡ് ഓസം ഫാക്ട് ഫ്രം മുസ്ലിം സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട നമ്മുടെ യങ് ജനറേഷൻ, പ്രത്യേകിച്ചും കിഡ്സുമായി ബന്ധപ്പെട്ട് അവർ ആ പുസ്തകത്തിൽ നിന്ന് 1001 മുസ്ലിം ഇൻവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. നിലവിൽ നമുക്ക് കുറെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ നമ്മൾ ആ വീഡിയോ കിട്ടാനുള്ള പരിശ്രമത്തിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരിക്കൽ കൂടി മൊത്തം ഈ പരിപാടി കേൾക്കുന്ന ആളുകൾ ചിലപ്പം നിങ്ങളെ മക്കളുണ്ടാവും, നിങ്ങളെ പരിചയത്തിലുള്ളവർ മക്കളായിട്ടുണ്ടാവും. അപ്പൊ അവരോട് ഒന്നുകൂടി ഇത് പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് കൂടി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ഈ 1001 ഇൻവെൻഷൻ എന്ന പ്രോഗ്രാമിലെ അതിന്റെ സംഘാടകർക്ക് തീർച്ചയായും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ ഒരു സന്ദർഭം. അപ്പൊ ഒരിക്കൽ കൂടി മൊത്തം പാരന്റ്സിനോട് അതിന്റെ റിക്വസ്റ്റ് ഒന്നുകൂടി അറിയിക്കുകയാണ്. അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ അതിൽ ചോദിച്ചിട്ടുണ്ട് പ്രോഗ്രാം ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പുസ്തകമാണ് കഴിഞ്ഞ റമദാനിൽ നമ്മുടെ ഡോക്ടർ സുബൈർ ഹുദവിയായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീക്കിൽ നടക്കുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, രാത്രി 9 മണിക്കല്ലേ. അപ്പൊ അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു പുസ്തകമായിരുന്നു 1001 ഇൻവെൻഷൻസ് ഓഫ് മുസ്ലിം എന്ന് പറഞ്ഞ അർത്ഥത്തിലുള്ള. അപ്പൊ ആ പുസ്തകം നമുക്ക് ആമസോണിൽ ലഭ്യമാണ്, നമുക്ക് യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ഇൻവെൻഷൻ എടുക്കുകയും ആ ഇൻവെൻഷനെ പറ്റി പറയുകയാണ് നമ്മുടെ ചെയ്യേണ്ടത്. അത് സെൽഫായിട്ട് തന്നെ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്ത വീഡിയോ നന്മക്ക് അയച്ചിട്ടാണ് വേണ്ടത്. അതിന്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഉണ്ടാവും. തീർച്ചയായും ഷിഹാബ്ക്ക് അതുപോലെ തന്നെ അജ്മൽക്കൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. അവരോടാണ് ഫസ്റ്റ് പറയാനുള്ളത് ഇത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ളത് ഷിഹാബ്ക്ക അല്ലെങ്കിൽ അജ്മൽക്ക ഇവിടെ പറയുന്നു വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാം. സലാംക്ക, ഞാൻ സലാംക്ക എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. I hope Salam, Dr. Salam Muhammad remembers me. This is Abdu Rahman. So Dr. Salam interviewed and hired me in Qatar first time. Salamka is a personality that we had to admire. He has always been. You remember me? I remember you. Very nice to see you here on this platform. Yeah, I was actually telling some of my friends, I was very happy to see you coming here in this platform and conversating with us. I'm in Pennsylvania. You were listening to the speech? Yeah, I was here, very much here. Were you listening to my speech? Yes. So I want to thank Salamka for participating and coming to this platform. A very wonderful, insightful speech indeed. So I wanted to share with the community Salamka's knowledge. What we have gained so far is a very tiny amount of the knowledge and experience that he has. So I was fortunate to work with him and be in his circle a long time ago. Unfortunately, over the time that contact has vanished a little bit, but again, I think it's like reconnecting. So one other aspect I think I want to share regarding the topic is that I think Sarfaraz brought up a good point about why Muslims are behind. I think we have this guidance with us from Quran, but a lot of times I think we are spending time in proving things that are totally unnecessary. Instead of taking the whole message, the overall message, because the Quran is not just about science. I think it's the overall message to mankind, how to live, how to follow a path, and taking that as an inspiration. And I think using that inspiration and knowledge to further challenge and question, because one of the things I think science requires is humans to challenge the status quo and every theory that is put forward so far, and then challenge what is next, what could be a better explanation for what we have already been explained. I think that is what is lacking. We as a community tend to be like more just believe whatever he's saying and then not to question or challenge. So maybe Salamka can give some more insights into it. Anyway, Salamka, nice seeing you. Hope your family is doing well. And inshallah, hope to see you soon again in US. Do you have any plans to come back here? Yeah, I used to come there before. Now, after the... Inshallah.
After COVID, we can make. ഇൻഷാല്ലാ. ഇതില് പിന്നെ സർഫ്രാസ് ഒക്കെ എനിക്ക് എന്താ ഹെൽപ്പ് ചെയ്താല് ഞങ്ങള് പിന്നെ 1001 ഇൻവെൻഷൻ ടീമായിട്ട് ഞങ്ങൾ ഒരു ടോക്ക് നടത്തിയിരുന്നു. അവരുടെ ഒരു എക്സിബിഷൻ ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ anybody can പിന്നെ help me to connect with them. ഇൻഷാല്ലാ നമുക്കൊരു ഈ പരിപാടി അത്തരത്തിലുള്ള ഒരു വലിയ ഒരു സംരംഭത്തിന്റെ തുടക്കമാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനെ ഇൻഷാല്ലാ നമുക്ക് അല്ലെ സർഫാസ് നമുക്ക് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രോഗ്രാം ഇവന്റിനപ്പുറം മൂവ്മെന്റ് ആയി മാറാന്നുള്ളതാണ്. നന്മയുടെ വലിയൊരു സ്വപ്നം തന്നെ ഇങ്ങനെയാണ്, ഇവന്റുകൾ മൂവ്മെന്റ് ആയി മാറാന്നുള്ളത്. ഒരു ഇവന്റിലൂടെ വലിയൊരു കമ്മ്യൂണിറ്റിയുടെ അതിന്റെ മൂവ്മെന്റിലേക്ക് മാറാന്നുള്ളത്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഒരു പ്രോഗ്രാമിലൂടെ നമുക്കൊരു വലിയ മാറ്റത്തിലേക്ക് പോകാൻ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാന്റെ ഒക്കെ ബർക്കത്തും നമ്മുടെ അമലൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു മൂവ്മെന്റിലേക്ക് തന്നെ ഇൻഷാല്ലാ. ഇനി എന്തെങ്കിലും കമന്റ് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇമെയിൽ ഉണ്ട്, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ കൺസേൺസ് ഉണ്ടെങ്കിലോ അതെല്ലാം ഒന്ന് അറിയിക്കാം. മൈ ഇമെയിൽ ഇസ് ഗിവൻ. ഇതാണ് മൈ ഇമെയിൽ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. ഇൻഷാല്ലാ we can further continue. ഇൻഷാല്ലാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൺസേൺസോ കൺസേൺസോ അല്ലെങ്കിൽ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഇമെയിൽ അറിയിക്കുക. ഓക്കെ ഇൻഷാല്ലാ. നമുക്ക് മുസ്തഫ സാഹിബ് നമുക്ക് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? പ്രത്യേകിച്ച് ആരും കമന്റ് ഇല്ലെങ്കിൽ, ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ. Yeah, Fasil, I think it is an excellent program that we had today. I think we are all inspired again, and we will continue to be inspired by Holy Quran. And we need to recapture the imagination of our community about how Quran is promoting science. Quran is always asking us to look around and explore and learn, right? That message is what made the golden era of Islam possible. So we need to recapture that, and one of the science, because science, we Muslims should own the science. That should be our motto, because it is not something that we need to face our head of, face in the opposite direction. That is what happened in last 2-3 centuries, and we are facing the consequence now. So I think organizations like Knowledge City and all can do a great job, and we want to reimagine and recapture the science and connect it back to Quran and make our people aware. We need to inspire our generation to say that yes, science and Quran is in one line. So I think this, like Fasil brought out, this is an event should become a movement hereafter. So let's take every step in the right direction, and we'll inshallah reach our goal. Fasil, I think you can wind up if it is all right. So Jazakallah khair. Thank you very much for giving me this opportunity. Inshallah we will meet again in one of these such occasions. Inshallah. Assalamu alaikum warahmatullahi. Jazakallah khair. തീർച്ചയായും നന്മക്ക് വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് സലാം സാഹിബിനോട് കൂടി ഉണ്ടായത്. തീർച്ചയായും നമ്മൾ ഫർദർ എൻഗേജ്മെന്റും കൂടിയായി സലാം സാഹിബ് നമ്മുടെ വീട്ടിൽ കണ്ടെത്തുമെന്ന് വളരെ ആഗ്രഹിക്കാനുള്ള സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മുടെ വന്നു ചേർന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മോട് വളരെ മനോഹരമായി സംസാരിച്ച സലാം സാഹിബിനും യഥാർത്ഥത്തിൽ ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.